നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലോറീസ് അവാർഡ് ഇന്നലെ സമ്മാനിച്ചു. ജോക്കോവിച്ചിനാണ് ഇത്തവണത്തെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം. അതേസമയം ബ്രേക്ക് ത്രൂ പ്ലെയർക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ജൂഡ് ബെല്ലിംഗാമിനാണ്. വല്ലാത്ത ഒരു സമയത്തിലൂടെയാണ് ബെല്ലിംഗാം കടന്നു പോകുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം സന്തോഷത്തിൻ്റെ പരകോടിയിലാണ്. അതായത് എൽ ക്ലാസിക്കോയിൽ വിജയ ഗോൾ, കളി കഴിഞ്ഞു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയ ഗോൾ, അത് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ലോറീസ് അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു പുരസ്കാരവും ലഭിച്ചിരിക്കുന്നു. എന്തായാലും മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ ജൂഡ് ബെല്ലിംഗാം ഉള്ളത്. ഓരോ നേട്ടങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടുന്ന തിരക്കിലുമാണ്. ജൂഡ് ബെല്ലിംഗാം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നോക്കുക. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൈസി വീക്കാണ്. ഞാൻ വല്ലാതെ ടയേർഡുമാണ്. കുറച്ച് ദിവസത്തെ മാഡ്നസ് എന്ന് തന്നെ പറയേണ്ടി വരും. കൂടുതൽ ട്രോഫീസ് റയൽ മാഡ്രിഡിനോടൊപ്പവും ഇംഗ്ലണ്ടിനോടൊപ്പവും ഇനിയും നേടാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്നാണ് ഇന്നലെ പുരസ്കാരദാന വേദിയിൽ വെച്ച് ജൂഡ് ബെല്ലിംഗാം പറഞ്ഞിരിക്കുന്നത്. റയൽ മാഡ്രിഡിലേക്ക് അദ്ദേഹം കഴിഞ്ഞ സമ്മറിൽ സൈൻ ചെയ്തതിന് ശേഷമുള്ള നേട്ടങ്ങളും നോക്കുക. 36 മത്സരങ്ങൾ, 21 ഗോളുകളും 10 അസിസ്റ്റുകളും. ഗോൾഡൻ ബോയ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു. കോപ്പ അവാർഡ്, അതായത് ബാലൻഡിയോർ പുരസ്കാരദാന വേദിയിൽ വെച്ച് മികച്ച യുവതാരത്തിനുള്ള കോപ്പ അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുന്നു. ലോറീസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ, ആ പുരസ്കാരം ഇതാ ഇപ്പൊ കിട്ടിയിരിക്കുന്നു. ലാലിഗയിലെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം 2 തവണ അദ്ദേഹം നേടുകയുണ്ടായി. റയൽ മാഡ്രിഡിന്റെ പ്ലെയർ ഓഫ് ദി മന്ത് പുരസ്കാരം അദ്ദേഹം 3 തവണ നേടുകയുണ്ടായി. അതുപോലെ തന്നെ 12 മത്സരങ്ങളിൽ അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്പാനിഷ് സൂപ്പർ കപ്പിൽ കിരീടം നേടുകയുണ്ടായി. അങ്ങനെ എല്ലാം വാരിക്കുട്ടുന്ന ജൂഡ് ബെല്ലിംഗാമിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇത്തവണത്തെ UCL ഒരു കണ്ണുണ്ട്. ലാലിഗ കിരീടം എന്തായാലും റയൽ മാഡ്രിഡ് നേടും. അത് കഴിഞ്ഞ് യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനൊപ്പം കിരീടത്തിലേക്ക് പോകുമോ? അതെല്ലാം കഴിഞ്ഞിട്ട് ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഷെൽഫിലേക്ക് എത്തുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.